കാസർഗോഡ് യുവാവിനെ കൊലപ്പെടുത്തി ലിഫ്റ്റ് കുഴിയിൽ തള്ളിയ കേസിൽ പ്രതി പിടിയിൽ. കർണാടക സ്വദേശി മഞ്ജുനാഥയാണ് പിടിയിലായത്. മാർച്ച് 11-നാണ് കാസർഗോഡ് ജോലി ചെയ്യുന്ന ചന്ദ്രശേഖര കൊല്ലപ്പെട്ടത്. പ്രതി ഫോണും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പം കുറേ നാളായിട്ട് നമ്മൾ നിരീക്ഷണത്തിലായിരുന്നു. നമ്മൾ പഴയ പോലീസിങ് മെത്തേഡ് എന്നൊക്കെ പറയും, പഴയ ഇൻവെസ്റ്റിഗേഷൻ മെത്തേഡ് എന്ന് പറയുന്ന മാതിരി അവൻ ജോലിക്ക് പോകാറുള്ള സ്ഥലങ്ങളെല്ലാം നോക്കിയിട്ട് നിരീക്ഷണത്തിലായിരുന്നു. അങ്ങനെ നിരീക്ഷിച്ചിട്ടാണ് കിട്ടുന്നത്. ഫോണും അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. കാസർഗോഡ് നിന്ന് പ്രദീപ് നാരായണനുടെ വിവരങ്ങളുമായി. പ്രദീപ്, പോലീസ് എന്താണ് പറയുന്നത്? അതായത് ഒരു പിടിവലിക്കൊടുവിൽ മദ്യപാനത്തെ തുടർന്നുണ്ടായ ഒരു പിടിവലി. ഇവർ പണം കടം കൊടുക്കാനുണ്ടായിരുന്നു. അത് തിരിച്ചു ചോദിച്ചപ്പോൾ ദേഷ്യപ്പെടുകയും തുടർന്ന് തലക്കിടിച്ച് കൊലപ്പെടുത്തുകയെന്നാണ് പോലീസ് ഇപ്പോൾ പറയുന്നത്. എന്തായാലും കാസർഗോഡ് നഗരത്തോട് ചേർന്ന് നുള്ളിപ്പാടി ദേശീയപാതക്കരികിൽ നിർമ്മാണം നടക്കുന്ന കെട്ടിടത്തിലാണ് മാർച്ച് 11 രാത്രിയോടുകൂടി അച്ഛനായ ഒരു യുവാവിന്റെ മൃതദേഹം കണ്ടെത്തിയത്. പിന്നീട് ഇത് പരിശോധിച്ചപ്പോൾ അത് സമീപത്തു നിന്നും മഞ്ജുനാഥ എന്ന ഒരു ആധാർ കാർഡ് ലഭിച്ചു. പക്ഷേ പോലീസിന്റെ അന്വേഷണത്തിൽ കൊല്ലപ്പെട്ടത് മഞ്ജുനാഥയല്ല, ചന്ദ്രശേഖറാണെന്ന് തിരിച്ചറിയുകയും പിന്നീട് ഈ ആധാർ കാർഡ് മഞ്ജുനാഥയുടെ ആണെന്ന ഒരു സംശയത്തിൽ ആ വഴിക്ക് അന്വേഷണം നീങ്ങി. പക്ഷേ ഈ മഞ്ജുനാഥ ഒരിക്കലും മൊബൈൽ ഫോൺ ഉപയോഗിച്ചിരുന്നില്ല. അതുകൊണ്ട് തന്നെയും പ്രതിയെ അറസ്റ്റ് ചെയ്യാൻ ഇത്രയും കാലതാമസം എടുത്തു. പിന്നീട് പ്രതി പോകാനിടയുള്ള സ്ഥലങ്ങളിലൊക്കെയും പോലീസ് പരിശോധന നടത്തുകയും അങ്ങനെയാണ് ഇപ്പോൾ മഞ്ജുനാഥയുടെ അറസ്റ്റിലേക്ക് കടക്കുകയും ചെയ്തത്. എന്തായാലും പ്രതിയെ ഇപ്പോൾ കാസർഗോഡ് എത്തിച്ച് കാസർഗോഡ് കോടതിയിൽ ഹാജരാക്കിയിട്ടുണ്ട്. പ്രതിയെ റിമാൻഡ് ചെയ്തിട്ടുണ്ട്. പ്രദീപ് നാരായണനാണ് കാസർഗോഡ് നിന്ന് വിവരങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.